നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേർണിയിൽ പ്രൊക്കാസ്റ്റിനേഷൻ ഒരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ എൻട്രൻസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന മെയിൻ പ്രശ്നമായിരുന്നു പ്രൊക്കാസ്റ്റിനേഷൻ. എന്ന് വെച്ചാൽ നമ്മൾ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുന്നത് മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ഇന്നത്തെ ടോപ്പിക്കുകൾ നാളത്തേന് വീണ്ടും പെൻഡിങ് ആവുക, അതുവഴി ബാക്ക്ലോഗ്സ് ബിൽഡപ്പ് ആവുക, അതൊക്കെ ഭയങ്കര സ്ട്രെസ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളായിരുന്നു എനിക്ക്. പക്ഷേ പിന്നെ ഞാൻ വീക്ക്ലി പ്ലാൻ പോലെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ പ്രശ്നം വരാതെ. ആദ്യമൊക്കെ ഞാൻ എല്ലാ ദിവസവും ആ ദിവസത്തേക്കുള്ള ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറ്. പക്ഷേ അങ്ങനെ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് എക്സ്ട്രാ ടോപ്പിക്കുകൾ അതിനകത്ത് ആഡ് ചെയ്യും. കുറച്ച് ഹെക്റ്റിക്കായിട്ട് ഡേ പാക്ക് ചെയ്താൽ അതുകൂടെ തീരുകയാണെങ്കിൽ തീർന്നോട്ടെ എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ ചെയ്യാറ്. പക്ഷെ അപ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡായിട്ട് കുറച്ച് സമയമെങ്കിലും ആ ദിവസത്തിൽ നിന്ന് പോയാൽ പിന്നെ നമുക്ക് കുറച്ച് പെൻഡിങ് പോലെ വരും അടുത്ത ദിവസത്തേന്. അപ്പോൾ നെക്സ്റ്റ് ഡേയും നമ്മൾ തലേദിവസത്തെ പെൻഡിങ് ക്യാരി ഓവർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ വരാറുണ്ട്. അപ്പോൾ അത് പെൻഡിങ് വരുന്നു എന്നുള്ളൊരു ഫീലും വരും. പിന്നെ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല ആ ദിവസം എല്ലാം ചെയ്തു എന്നുള്ള. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീക്ക്ലി പ്ലാനർ പോലെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു തുടങ്ങി. അപ്പോൾ നമുക്ക് ഒരു വീക്ക്ലി എക്സാമിന് മുൻപായിട്ട് നമുക്ക് ഇത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്നൊക്കെ ടൈം ടേബിൾ അറിയാമല്ലോ. അപ്പോൾ അതിനകത്ത് ഇത്ര ക്ലാസ് കാണാനുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു ചാപ്റ്ററിന് 7 ക്ലാസ് ഉണ്ടാവും. അങ്ങനെ 3 സബ്ജക്റ്റിലും ആകുമ്പോൾ അത്യാവശ്യം നമ്പർ ഓഫ് ക്ലാസ്സസ് നമുക്കുണ്ടാവും. അപ്പോൾ ഞാൻ ഡെയിലി ഇത്ര ക്ലാസ് വെച്ച് കംപ്ലീറ്റ് ചെയ്യുമെന്ന്. ഞാൻ റെക്കോർഡഡ് ക്ലാസ്സസാണ് മെയിനായിട്ട് കാണുക, ലൈവല്ല. അപ്പോൾ ഞാൻ ഇത്ര ക്ലാസ് ഒരു ദിവസം കവർ ചെയ്യണം എന്നുള്ള പോലെ ചെയ്തിട്ട് ബാക്കി സമയത്ത് ബയോളജി വായിക്കാനും ക്വസ്റ്റ്യൻ ചെയ്യാനും യൂസ് ചെയ്യും. അതിനകത്ത് തന്നെ വീക്കിലി ആദ്യത്തെ ഒരു 3-4 ദിവസത്തിൽ ഞാൻ മാക്സിമം ക്ലാസ്സസ് കണ്ട് തീർക്കും. പിന്നെ സാറ്റർഡേ വരെ അപ്പോൾ നമുക്ക് 2 ദിവസം കൂടെ ഒരു ബാക്കിയുണ്ടാവും. അപ്പോൾ ആ 2 ദിവസത്തിൽ നമ്മൾ മെയിനായിട്ട് ഞാൻ ക്വസ്റ്റ്യനാണ് ചെയ്യാറ്. ഈ ഡെയിലി ടാർഗറ്റ്സ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അന്ന് ആ ടോപ്പിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് പെൻഡിങ് പോലെയാവും. പിന്നെ നമുക്കത് ഭയങ്കര സ്ട്രെസ്സായിരിക്കും. അപ്പോൾ ഞാൻ വേഗമായിട്ട് വീക്കിലി എല്ലാ ദിവസവും എന്തൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് അതനുസരിച്ച് ചെയ്യും. ഇപ്പോൾ ഒരു ക്ലാസ് ഒരു ദിവസം പെൻഡിങ് വരികയാണെങ്കിലും ഞാൻ വീക്കിൻ്റെ ബാക്കി ദിവസങ്ങളിലായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ആസ് എ ഹോൾ നോക്കിയാൽ നമ്മുടെ എല്ലാം കംപ്ലീറ്റ് ആവും.